അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്നു എന്ന സത്യം CPM വളരെ വ്യക്തതയോടുകൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മനുഷ്യനെ മയക്കുന്ന ഏറ്റവും വലിയ ഓപ്പിയമാണ്, കറുപ്പ് ആണ് മതം എന്ന് പ്രഖ്യാപിച്ച ഒരാളുണ്ട്, കാറൽ മാർക്സ്. ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രസംഗം സ്വരാജ് നടത്തിയതോടുകൂടി അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ വല്ലാത്ത തോതിലുള്ള അമർഷം ഇടതുപക്ഷത്തോടുണ്ടായി. പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഈ തീയതി വരെ പറഞ്ഞിട്ടില്ല. അവർക്ക് കോൺഗ്രസിനെ വിട്ട് മറ്റൊരു സമീപനം സ്വീകരിച്ചാൽ NSS പോലും ഉണ്ടാവില്ല. കേരളത്തിലെ CJP സഖ്യത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ വസതി. പതിവില്ലാത്ത തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ LDF നേതൃത്വവും ചേർന്ന് ഇവിടുത്തെ ജാതി സമവാക്യങ്ങൾ മാറ്റിയെഴുതുകയാണ്. അത് LDFനെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ടാക്കുമോ അല്ല പാളിപ്പോകാൻ സാധ്യതയുണ്ട്? അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ ശൈലിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിശിഷ്യ CPM കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2 വട്ടം തുടർച്ചയായി അധികാരത്തിൽ വന്നതിന് ശേഷം അധികാരത്തിൽ നിന്ന് പിറകോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ CPMന് തീരെ ഇല്ല എന്ന് ഉള്ള ഒരു ബോധ്യമാണ് നമുക്കിപ്പോൾ വരുന്നത്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇന്നത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ വിലയിരുത്താൻ. കേരളത്തിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ EMS നമ്പൂതിരിപ്പാട് മുതൽ VS അച്യുതാനന്ദൻ വരെയുള്ള CPMന്റെ ഭരണ കാലഘട്ടത്തിൽ ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമീപനമാണ് 3ാം വട്ടം അധികാരത്തിൽ വരാനുള്ള വ്യാമോഹത്തിൻ്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വളരെ കൃത്യമായി പയറ്റിയത് ന്യൂനപക്ഷ വോട്ടുകൾ കൈക്കലാക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രമാണ്. അതിൻ്റെ പേരിൽ പലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ സദ്ദാം ഹുസൈനെ അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായി മലബാർ മേഖലകളിൽ മാത്രം സമരം സംഘടിപ്പിക്കുക എന്നൊരു ശൈലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM പ്രത്യേകിച്ചിട്ട് കൈക്കൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു അറിയുന്ന കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുമ്പോഴും ഈ ഒരു ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം CPMന് വോട്ട് രേഖപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വീണ്ടും അധികാരത്തിൽ വന്നത്. പക്ഷെ ഇത്തവണ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൻ്റെ മണ്ണിൽ നിലനിൽക്കുന്നു എന്ന സത്യം CPM വളരെ വ്യക്തതയോടുകൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവർ വിളിക്കുന്ന സമ്മേളനങ്ങളിൽ പോലും ആളെത്തുന്നില്ല. DYFIയുടെ കാര്യമൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയിലാണ്. CPM സമ്മേളനങ്ങളിൽ പോലും ആളുകളെ നിർബന്ധിച്ച് കൊണ്ടുവരിക എന്നതിനപ്പുറം വോളണ്ടിയേഴ്സായി അതിൻ്റെ പ്രവർത്തകന്മാർ കടന്നു വരാത്തൊരു സാഹചര്യം CPM തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് CPM ഒരു കാര്യം മനസ്സിലാക്കിയത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇത്തവണ CPMനോടൊപ്പമല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ കേരളത്തിന്റെ ജനവിധി കോൺഗ്രസിന് അനുകൂലമായി സംഭവിച്ചത്, UDFന് അനുകൂലമായി സംഭവിച്ചത്, അതേ ശൈലിയുടെ ഒരു തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നവർ കരുതുകയാണ്. അപ്പോഴാണ് പുതിയ ഒരു തന്ത്രം CPM പയറ്റാൻ തീരുമാനിച്ചത്. ആ തന്ത്രം എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തെ പരമാവധി കൂടെ നിർത്തുക എന്നുള്ളതാണ്. അതിനവർ ആദ്യത്തെ എടുത്ത ആയുധം എന്ന് പറയുന്നത് അയ്യപ്പ സംഗമമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിലല്ല, ഇതിന് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ അടച്ച് തകർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ അയ്യപ്പ വിരുദ്ധ സമീപനമായിരുന്നു. അതായത് ആദ്യം സ്വരാജ് പൊട്ടിച്ച വെടി, ഇത്തവണ സ്വാമിമാർ, നമ്മുടെ കന്നി സ്വാമിമാർ ആരും മല കയറില്ല, അതുകൊണ്ട് മാളികപ്പുറത്തിന് കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രസംഗം സ്വരാജ് നടത്തിയതോടുകൂടി അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ വല്ലാത്ത തോതിലുള്ള അമർഷം ഇടതുപക്ഷത്തോടുണ്ടായി. അതിനുശേഷം സ്ത്രീകളെ 18ാം പടി കയറ്റി ഇവിടെ നവോത്ഥാനത്തിന് പുതിയൊരു ചുമരെടുത്ത് നടത്താം എന്ന CPMന്റെ ചിന്ത അതിനേക്കാളും വലിയ അപകടമായി അവരുടെ ഭാഗത്തേക്ക് പോയി. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാനാണ് ഇപ്പോൾ അവരാഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് പകരം ഭൂരിപക്ഷത്തെ കൂട്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾ എപ്പോഴും സംഘടിതരാണ്. അത് ഭൂരിപക്ഷത്തെ നോക്കിയാൽ ഒരിക്കലും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. NSS എടുത്താലും അതുപോലെ ഈഴവ സമുദായം എടുത്താലും
ഒരു പരിധിവരെ ക്രൈസ്തവ സമുദായം നോക്കിയാലും അവർ അത്ര സംഘടിതരല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പോലെ. പക്ഷെ അങ്ങനെയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ 2021 കൂടെ നിന്നപ്പോൾ ഉണ്ടായ വലിയ വിജയം അത് തങ്ങൾക്ക് വേണ്ട എന്ന് വെച്ച് ഈ ഭൂരിപക്ഷ സമുദായത്തെ പിടിക്കുമ്പോൾ ഈ എണ്ണം പറഞ്ഞ വോട്ടുകളൊക്കെ അത് വോട്ടുകളായി വരാൻ സാധ്യതയുണ്ടോ? രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കേരളത്തിൽ വളരെ സൈലൻ്റായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന BJP CPM ബാന്ധവം. ഒരു തർക്കവും വേണ്ട, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള വലിയ ആത്മബന്ധത്തിന്റെ അനുരണനങ്ങൾ തന്നെയായിരിക്കും. ഇപ്പൊ മലബാർ പോലുള്ള മേഖലകളിൽ ഒരിക്കലും അതിന് സാധ്യതയില്ല. കാരണം അവിടെ ഇഞ്ചോടിഞ്ച് പരസ്പരം പോരാടിയവരാണ് CPM-ഉം RSS-ഉം BJP-യും. പക്ഷെ ആ സ്റ്റൈലെല്ലാം മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലും ഇവിടെയൊക്കെ പല സീറ്റുകളിലും CPM-ഉം BJP-യും യോജിക്കും. അപ്പൊ അങ്ങനെ യോജിക്കുമ്പോൾ ഏത് വോട്ടുകളിലേക്കാണ് ഒരുമിച്ച് നീങ്ങാൻ സാധിക്കുന്നത്? ഭൂരിപക്ഷ വോട്ടിലേക്കാണ്. അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ഓർമ്മിക്കണം, പിണറായി വിജയന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ആ കാറിനകത്ത് ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷൻ പോവട്ടെ, ഏതെങ്കിലും ഒരു കൊച്ചു ജാതീയ സംഘടനയുടെ പ്രതിനിധി കയറിയ ചരിത്രമില്ല. പക്ഷെ അദ്ദേഹം പത്തനംതിട്ടയിൽ കാറ് നിർത്തുകയാണ്. ആ നിർത്തിയ കാർ ആർക്ക് വേണ്ടിയായിരുന്നു? അത് വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്നതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന എന്താണ്? കേരളം കണ്ട ഏറ്റവും വലിയ വിശ്വാസിയാണ് കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയൻ എന്നുള്ളതാണ്. സ്വാഭാവികമായി ഒരു മൈക്ക് തട്ടിയാൽ പോലും ആളോട് ആക്രോശിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി താങ്കളുടെ പ്രസംഗം ഗംഭീരമായിട്ടുണ്ട് എന്നൊരു പെൺകുട്ടി അനൗൺസ് ചെയ്താൽ പോലും ചാടിക്കയറി ആക്രോശം കാണിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സ്വത്വത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ പിണറായി കേരളം കണ്ട ഏറ്റവും വലിയ വിശ്വാസിയാണ് എന്ന് പിണറായി വിജയനെ നോക്കി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയെ തിരുത്താൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. മനുഷ്യനെ മയക്കുന്ന ഏറ്റവും വലിയ ഓപ്പിയമാണ്, കറുപ്പ് ആണ് മതം എന്ന് പ്രഖ്യാപിച്ച ഒരാളുണ്ട്, കാറൽ മാർക്സ്. ആ കാറൽ മാർക്സിന്റെ പുസ്തകം നോക്കി കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഡാങ്കയെ നോക്കി കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഇത്തരം പ്രത്യയ ശാസ്ത്രങ്ങളെ പിന്തുണക്കുന്ന ആളുകൾ ഒരു മതവിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയാണ്, കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പിണറായി വിജയനെ നോക്കി പറഞ്ഞിട്ടും പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഈ തീയതി വരെ പറഞ്ഞിട്ടില്ല. നമ്പർ 1. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ CJPയുടെ പ്രഭവ കേന്ദ്രമാണ്. ആ വീട്ടിൽ 2 പേരാണുള്ളത്. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി. ആരാ തുഷാർ വെള്ളാപ്പള്ളി? കേരളത്തിലെ NDAയുടെ ചെയർമാനാണ് അദ്ദേഹം. കേരളത്തിലെ BJP പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ്. അപ്പൊ മകൻ അവിടെ നിൽക്കുമ്പോൾ അച്ഛന്റെ പരിപാടി എന്താ? അച്ഛൻ CPM-നെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പിണറായി വിജയനോടൊപ്പം സഞ്ചരിക്കുകയും പിണറായിക്ക് അനുകൂലമായി പ്രസ്താവന നടത്തുകയും ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കേരളത്തിലെ CJP സഖ്യത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ വസതിയാണ്. നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളികൾ. അങ്ങനെയുള്ള മലയാളികൾക്ക് ഇതൊക്കെ ആദ്യം തന്നെ മനസ്സിലായി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വളരെ നന്നായി എന്ന് വേണമെങ്കിൽ പറയാം, പോലീസുകാരെ ഉപയോഗിച്ച് തന്നെ സ്ത്രീകളെ അവിടത്തേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെയുള്ള ഒരാൾ 4-5 വർഷം കഴിയുമ്പോൾ അയ്യപ്പന്റെ സ്വന്തം ആളായി മാറുന്നത് എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കും? അല്ല, അതിനകത്ത് രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ കാണേണ്ടത് NSSന്റെ നിലപാടാണ്. അതായത് ഇപ്പോൾ കേരളം, ഇപ്പോൾ പവി പോലും ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണ്? NSSന്റെ പുതിയ നിലപാടാണ്. NSS കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത് സമദൂര സിദ്ധാന്തമാണ്. അതായത് ആരോടും തൊട്ടുകൂടായ്മയില്ല, ആരോടും അമിതമായിട്ടുള്ള അടുപ്പമോ അകൽച്ചയോ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക ശൈലി. പക്ഷെ അപ്പോഴും നമുക്കറിയാൻ പറ്റുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്തെ നിരവധി നേതാക്കന്മാർ സുകുമാരൻ നായരുടെ മാനസപുത്രന്മാരാണ്. അദ്ദേഹത്തിന്റെ മനസ്സും NSS ഡയറക്ടർ ബോർഡിന്റെ മനസ്സും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഐക്യജനാധിപത്യ മുന്നണിയോടുമൊപ്പമാണ്. ശ്രീ R ബാലകൃഷ്ണപിള്ള ഉള്ള കാലം മുതൽ
NSSന്റെ സമീപനം UDF അനുകൂലമായിരുന്നു, ഐക്യജനാധിപത്യ മുന്നണിക്ക് അത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന വ്യാഖ്യാനം വരികയാണ്. പക്ഷെ അപ്പോഴും നമുക്കറിയാവുന്ന കാര്യം എന്താ, NSS എന്ന് പറയുന്ന ഒരു സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും കോൺഗ്രസിന്റെ സക്രിയരായിട്ടുള്ള കേരളത്തിലെ പ്രവർത്തകന്മാരാണ്. അവർക്ക് കോൺഗ്രസിനെ വിട്ട് മറ്റൊരു സമീപനം സ്വീകരിച്ചാൽ NSS പോലും ഉണ്ടാവില്ല. ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സമീപനം സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ പൊടുന്നനവേ ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന വന്നു. എന്താ പ്രസ്താവന? സമുദായ സംഘടനകളുടെ പിന്തുണയോടുകൂടി 3ാം വട്ടവും LDF അധികാരത്തിൽ വരും. 2 കാര്യം അദ്ദേഹം പറയാതെ പറഞ്ഞു. ഒന്ന്, സുകുമാരൻ നായരുടെ പിന്തുണ ഉണ്ടാകുന്നത് വരെ LDF അധികാരത്തിൽ വരില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരാളാണ് ഗോവിന്ദൻ മാഷ്. നമ്പർ 2, സമുദായ സംഘടനകൾ വഴി CPM-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അധികാരത്തിൽ വരാം എന്ന പുതിയ ഒരു പ്രത്യയശാസ്ത്ര മാനദണ്ഡം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരുടെ മുമ്പിൽ ഗോവിന്ദൻ മാഷ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്തൊരു അപകടാവസ്ഥയിലേക്കാണ് CPM എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പൊ സപ്തകക്ഷി മുന്നണി ഉണ്ടായിരുന്നു കേരളത്തിൽ, അല്ലെ? കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൊടുമ്പിരി കൊണ്ട സഖ്യമായിരുന്നു. അന്നാണ് 67-ൽ അന്നാണ് സത്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി LDFന്റെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിച്ചത് ഒറ്റത്തവണ. ആ സപ്തകക്ഷി ഭരണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും കേരളത്തിലെ CPM പറഞ്ഞിട്ടില്ല ഏതെങ്കിലും മതജാതി സംഘടനകളുടെ പിൻബലത്തോടു കൂടി ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നത്. അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് അധികാരത്തിന്റെ മത്തും ഭ്രമാത്മകതവും ബാധിച്ച ശ്രീ ഗോവിന്ദൻ മാഷ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മതസംഘടനകളുടെ അല്ലെങ്കിൽ ജാതിബദ്ധ സംഘടനകളുടെ പിന്തുണയോടുകൂടി തങ്ങൾ അധികാരത്തിലേക്ക് വരുന്നത്. അവർക്കൊരു കണക്കുണ്ട് പവി. എന്താ അവരുടെ കയ്യിലുള്ള കണക്ക്? അവരുടെ കയ്യിലുള്ള കണക്ക് എന്ന് പറയുന്നത് കേരളത്തിൽ 40 ലക്ഷം നായന്മാരുണ്ട്. ശ്രീ സുകുമാരൻ നായരും NSSും നാളെ CPM-ന് പിന്തുണ നൽകിയാൽ ഈ 40 ലക്ഷം നായർ സമുദായ അംഗങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ അതിന്റെ ഇരട്ടിയിലധികം വരുന്ന സമുദായമാണ് SNDP. ആ SNDP മലബാറിലെ തീയരും ഇങ്ങോട്ടുള്ള ഈഴവരും കൂട്ടിച്ചേർന്നാൽ ഒരുമിച്ച്, ഈഴവരും തീയരും ഒന്നല്ല എന്ന് പറയുന്ന വലിയ സംഘർഷാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വേറൊരു കഥ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 87 ലക്ഷത്തിലധികം വരുന്ന ഈഴവ സമുദായങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ വോട്ടും തങ്ങൾക്ക് ലഭിക്കും എന്നാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം, ആ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടും ഏകദേശം ഒരു 50 ലക്ഷം ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് LDFനോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഏകദേശം 1,70,00,000 വോട്ടിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടാകും എന്നാഗ്രഹിക്കുന്നവരാണ് CPM. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത് കേരളത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 3.5 കോടി മുതൽ 4 കോടി. ഏറ്റവും അവസാനം സെൻസസ് വരാത്തത് കൊണ്ട് നമ്മൾക്ക് എത്രയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷെ ആ ടോട്ടൽ പോപ്പുലേഷന്റെ പകുതി വരുന്ന ജനതതി തങ്ങളോടൊപ്പം നിന്നാൽ, പ്ലസ് പാർട്ടി പ്രവർത്തകരും കൂടെ നിന്നാൽ അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കി 3ാം ഘട്ടം അധികാരത്തിൽ വരാം എന്ന് ചിന്തിക്കുന്ന ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പേറിയാണ് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും കേരളത്തിന്റെ മണ്ണിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.